ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ഓരോ ദിവസങ്ങൾ കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാനപ്പോൾ ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ കാലത്ത് തന്നെ എനിക്ക് സാമ്പാറും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കി ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ച് ഞാനന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓട്സും ഡേറ്റ്സിൻ്റെ മഫീനാണ് ഉണ്ടാക്കിയത്. മഫീനാണെങ്കിൽ ആ തിരക്കിൽ പോകുമ്പോൾ സമയമാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള പാത്രത്തിലാണ് കേട്ടോ, ഓവനിൽ വെക്കുന്ന പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് എല്ലാ തിരക്കുകളും കഴിച്ചിട്ട് എല്ലാം നീറ്റാക്കിയിട്ട് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് പോകേണ്ട സ്ഥലത്തുനിന്ന് അങ്ങനെ പോകണ്ടെന്നിട്ട് എനിക്കൊരു ഒരു മെസ്സേജ് വന്നു. അങ്ങനെ അതെല്ലാം ക്യാൻസലാക്കി. അങ്ങനെ ഉച്ച വരെ എനിക്ക് മിണ്ടാതിരുന്ന് അങ്ങനെയാണ് ടൈം പാസ്സാക്കിയിട്ടുള്ളത്. കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ കാലത്ത് 8-8:30 മണിയാകുമ്പോൾ തന്നെ എൻ്റെ ഉച്ചയ്ക്കുള്ള ലഞ്ച് എല്ലാം പ്രിപ്പയർ ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 മണിയാകുമ്പോഴത്തേക്കാണ് എനിക്ക് ഓർഡർ വന്നത്. റെഡ് വെൽവെറ്റ് കേക്ക് 4 മണിയാകുമ്പോൾ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാനോ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് എനിക്ക് പറ്റിയില്ല. കാരണം ഞാനൊരു ഹോം മെയ്ഡാണ്. പിന്നെ എനിക്ക് അത്ര ഓർഡേഴ്സ് ഒന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരെങ്കിലും ഓർഡർ തന്നാൽ എനിക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ വിളിപ്പിച്ചിട്ട് അങ്ങനെ സാവധാനത്തിലാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ്. പക്ഷേ ഇത് അന്നത്തെ ദിവസമാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ വന്നതായിരുന്നു, റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 മണിക്ക് ഓർഡർ വന്നാൽ നമുക്ക് സാധനങ്ങൾ എത്തുമ്പോൾ എന്തായാലും 2:30-2:45 വരെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം കേക്ക് ഉണ്ടാക്കിയിട്ട് അത് ഒന്ന് തണുക്കുകയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് തണുക്കുകയും ചെയ്യില്ലല്ലോ. അപ്പം ഞാൻ ഒരു പാത്രത്തിനുള്ളിൽ വെള്ളം വെച്ചിട്ട് ഈ കേക്ക് ഒന്ന് തണുപ്പിച്ചിട്ട് ഡീമോൾഡ് ആക്കിയിട്ട് എടുത്തു. എന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ ക്രീമാണെങ്കിലോ അത്ര ഐസ് ഉണ്ടായിരുന്നില്ല. കാരണം അത് കൊണ്ടുവന്നപ്പോൾ തന്നെ അത്ര ഐസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നത്ര സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഐസിങ് ഒക്കെ ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിത് കൊണ്ടുപോയ പാടന്നെ കട്ടാക്കൊന്നും ചെയ്യേണ്ട, നിങ്ങളാണെങ്കിൽ ഒരു 2 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയെന്ന്. അങ്ങനെ ഞാനിത് എന്നാലാവുന്ന രീതിയിൽ കേക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാനിതിൻ്റെ റെസിപ്പീസ് ഒന്നും ഇടാനും പറ്റുന്നില്ല. പക്ഷേ ജസ്റ്റ് ക്ലിപ്സൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് എല്ലാം റെഡി ആവുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ നമുക്കിവിടെ ലീവാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുട്ടികൾ അടുത്ത് തന്നെ ഉണ്ട്. എനിക്ക് ഇവരെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാനും പറ്റുന്നില്ല. എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല. പക്ഷേ ഒരു ചൂരൽ കൊണ്ട് അടിക്കുന്നത്ര സമയവും ഇവിടെയില്ല. കാരണം എൻ്റെ ജോലി എനിക്ക് തീർക്കണം. പക്ഷേ ഇവരാണെങ്കിൽ പോകുന്നുമില്ല. അപ്പോൾ ഞാനിത് പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കാനാണ് പോകുന്നത് ഇവിടെ. ഇതിപ്പോൾ 1 കിലോ റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഓർഡർ വന്നിട്ടുള്ളത്. അങ്ങനെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് അങ്ങനെ ഡെക്കറേഷൻസും വേണ്ട, ഒരുപാട് അങ്ങോട്ട് ക്രീമും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഓർഡർ എടുക്കാനും പാടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് എടുത്താൽ അതും കേക്ക് ചീറ്റിപ്പോയല്ലോ, കാണാനൊരു ലുക്കില്ലാതായി പോയല്ലോ. അപ്പോൾ ഇത് എന്നാലാവുന്ന രീതിയിൽ ഞാൻ സിമ്പിളായിട്ട് തന്നെ കേക്ക് ഡെക്കറേറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇത് പാക്കിംഗ് ആക്കണം. പാക്കിംഗ് ആക്കുന്ന സമയത്ത് ഞാൻ കുറേ പറഞ്ഞത് അങ്ങോട്ട് പോയി ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെ ഒന്ന് തലമാറി കൊടുക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നു അവസാനം വരെ. അവരാണെങ്കിൽ അവരുടെ ജോലി ഭംഗിയിൽ തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പാക്കിംഗ് ഒക്കെ ആയിട്ടുണ്ട്. ആളാണെങ്കിൽ ഈ സമയത്ത് വന്നിട്ട് പുറത്ത് നമ്മുടെ ഡോറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് എനിക്ക് ഒരുപാടൊന്നും അങ്ങോട്ട് വായിട്ട് അലക്കാനൊന്നും പറ്റുന്നില്ല. ഇത് പെട്ടെന്ന് കൊടുക്കാൻ പോകും. ആ കൊടുക്കുന്ന ടൈമിൽ കൗണ്ടർ ടോപ്പ് നീറ്റാക്കാതെ തന്നെ ഞാൻ ഈ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോക്സിൽ മൊത്തത്തിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്.